ഹായ്, ആശ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു നാടൻ രീതിയിലുള്ള വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി തയ്യാറാക്കാം. അതിന് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇച്ചിരി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ കടുക് അതിലിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്നുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായിരുന്നതും ഒരു 2 അല്ലി വെളുത്തുള്ളി ചെറുതായിരുന്നതും കൂടെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നാടൻ കറിവേപ്പിലയാണ് ഇട്ടത്. മീഡിയം ഫ്ലെയിമിൽ ആക്കിയിട്ടുണ്ട്. ഒന്ന് വഴറ്റി ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വഴറ്റാം. ഇച്ചിരി ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാം. വഴറ്റാം. ഒരു ചെറിയ സ്പൂൺ ചതച്ച മുളക് വേണ്ടല്ലോ, അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഓൾറെഡി വെണ്ടയ്ക്കയിൽ പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട്. എരിവിനനുസരിച്ചാണ് ചേർത്തത്. അതൊന്ന് വഴറ്റി കൊടുക്കാം. മെഴുക്ക് വരട്ടിക്ക് ആവശ്യമായ വെണ്ടയ്ക്ക അരിഞ്ഞ് വെച്ചത്, അതിലേക്ക് ചെറിയൊരു സവാള ചെറുതായിരുന്നത്, പച്ചമുളക് ചെറുതായിരുന്നത് എല്ലാം ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒന്ന് വഴറ്റുവാണേ. നമ്മൾ അടിയിലുള്ള ഇതെല്ലാം ഇങ്ങനെ വരിക, ഇത് വഴറ്റുക. ലേശമൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഇച്ചിരി ചേർത്ത് കൊടുക്കാം. നേരത്തെ കാണിച്ചില്ലായിരുന്നു, വഴറ്റി അതായത് വെന്ത് നല്ല വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയായി ആയിട്ടുണ്ട്. ഇനി ഇതൊരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഊണിനോടൊപ്പം കഴിക്കാം. ഹലോ കേസ്, ഞാൻ ഉണ്ടാക്കിയ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി, നെത്തോലി മീൻകറി, മുരിങ്ങയ്ക്ക ഇട്ടത്, ഇത് എണ്ണയില്ലാത്ത നാരങ്ങ അച്ചാർ. ഇച്ചിരി മധുരമുണ്ട്. അത് മധുരം ചേർത്തുണ്ടാക്കുന്ന എണ്ണയില്ലാത്ത അച്ചാറാണ്. അതിൻ്റെ റെസിപ്പി പിന്നെ കാണിച്ചു തരാം. ഇതെല്ലാം കൂടെ ചേർത്ത് ഉച്ച ഊണിനാണ് കഴിക്കുവാണ്.